ഇല്ല. സി എം വലിയുള്ളാന്റെ പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് ഈ വരുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്? വൈലത്തൂർ പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം, അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല. അത് വൈലത്തൂർ പാപ്പ വിശദീകരിക്കണം, അല്ലെങ്കിൽ സി എം വിശദീകരിക്കണം എന്നല്ലാതെ സി എം വലിയുള്ള പറഞ്ഞു 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 എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് പാടുന്നതും കേൾക്കുന്നതൊക്കെ. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ സി എം വലിയുള്ള പറഞ്ഞതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തോട് ആ വാക്കുദ്ധരിച്ച് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മഹത്വം കുറച്ച് കളയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം. സി എം വലിയുള്ള ഞങ്ങളെ പടച്ചവനാണ്. പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. സി എം വലിയുള്ളാഹി തങ്ങൾ എല്ലാത്തിനേക്കാളും വലിയതാണ്, പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകളെല്ലാം ലിസാനുൽ ഖൗം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നീക്കേണ്ടതാണ്. ആ ലോകത്തുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥം തിരിയുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ടെത്തുന്ന കാലമാണ്. വളരെ സൂക്ഷിക്കണം. സി എം വലിയുള്ള പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത്.